ലോകാവസാനത്തിൻ്റെ അടയാളമായി അറബ് രാജ്യങ്ങളുടെ തകർച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം അതിൽ ലഭിച്ചിട്ടുള്ളത്. ലോകാവസാനം എന്ന് പറയുമ്പോൾ, അന്ത്യനാൾ എന്ന് പറയുമ്പോൾ അത് പല തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അന്ത്യനാൾ അവസാന സമയം. അന്ത്യനാൾ രണ്ട് തരം അടയാളങ്ങളുണ്ട്. ഒന്ന് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ, മറ്റൊന്ന് അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങളായി പറഞ്ഞാണ് മൗത്തി, എൻ്റെ മരണം അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നാണ്. ഇപ്പോൾ 1400 ചില്ലാനം വർഷങ്ങളായി ആളുകൾ ചോദിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ന് 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എൻ്റെ മരണം അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്, എന്താ ഇത്രയും കാലമായിട്ട് അന്ത്യനാൾ സംഭവിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ധാരാളം അടയാളങ്ങളുണ്ട്. ഹദീസുകൾ ഫിത്തനുകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ കുറേ അടയാളം കാണാൻ സാധിക്കും. അന്തരിതൽ അമത്തുറബത്ത, അടിമസ്ത്രീ യജമാനെ പ്രസവിക്കുക, അതേപോലെ അയ്യക്തുൽ ഹറജു, കൊലപാതകങ്ങൾ വർദ്ധിക്കുക, അതേപോലെ തന്നെ പരസ്യമായ സിന വർദ്ധിക്കുക. ഇതൊക്കെ അന്ത്യനാളിൻ്റെ ചെറിയ അടയാളം. മറ്റൊന്ന്, അന്ത്യനാൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാവുമ്പോൾ ഒരു മാല അതിന് നൂല് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുത്തുമണികൾ എത്ര പെട്ടെന്ന് ചാടുമോ, ഒന്നിന് താഴെയായി വരുമോ, ഇതുപോലെ അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവുണ്ട്, ദജ്ജാലിൻ്റെ വരവുണ്ട്, മഹദിയുടെ പുറപ്പാടുണ്ട്, ദാബത്തുൽ അർളുണ്ട്, അതിൽ നിന്നും തീ വരുന്നുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം, അന്ത്യനാളിൻ്റെ അവസാന കാലത്തിൽ ഖിയാമത്ത് നാളിൽ ഈ അറബ് ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴൊക്കെ മുസ്ലിങ്ങളുടെ മേൽ ജൂതന്മാർ ആധിപത്യം ചെലുത്തി നിഷ്ഠൂരമായി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നൊരവസ്ഥയാണുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അറിയിച്ചുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് അവിടെ ജൂതന്മാരുമായുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും. അങ്ങനെ അതിൽ ജൂതന്മാർ പരാജയപ്പെടുമെന്നും അവർ മരത്തിൻ്റെയും കല്ലിൻ്റെയും പിന്നിൽ പോയി ഒളിച്ചിരുന്നാൽ പോലും ആ കല്ലും മരവും പറയും, താൽ യാ മുസ്ലിം, ഇതാ മുസ്ലിമെ കടന്നു വരിക, എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. ഗർക്കത് വൃക്ഷമൊഴിച്ച് ബാക്കി എല്ലാ മരങ്ങളും അങ്ങനെ പറയുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഏതായിരുന്നാലും ഒരു ഊർജം വരുന്ന, ജൂതന്മാർക്ക് മേൽക്കോയ്മ വരുന്ന, അവരെ പരാജയപ്പെടുന്നൊരു ഘട്ടം വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, അള്ളാഹു ആലം, നമുക്കറിയില്ല. എന്നാൽ അന്ത്യനാളിൻ്റെ ഏറ്റവും അവസാന കാലമാകുമ്പോൾ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശിറാറിന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നീചന്മാരായ ആളുകൾ മൻ തുദ്രികുസ്സാഅ വഹും അഹ്യാ, അന്ത്യനാൾ സംഭവിക്കുന്ന വേളയിൽ ജീവനോടുകൂടി ഇരിക്കുന്ന ആളുകളാണ്. അന്ത്യനാൾ സംഭവിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആൾ ഏറ്റവും നീചന്മാരായിരിക്കും. കാരണം അല്ലാ എന്ന് പറയുന്ന ആളുകൾ ആ സമയത്തുണ്ടായിരിക്കില്ല. കഅബാലയം തകർക്കപ്പെടും. ഇങ്ങനെ ഈമാനിൻ്റെ അടയാളം തന്നെ ഇല്ലാത്തൊരു കാലം. അതിന് തൊട്ട് മുമ്പായി ഒരു മന്ദമാരുതൻ അള്ളാഹു പറഞ്ഞയക്കും. അത് മുഖേന ഈമാനുള്ള ആളുകളൊക്കെ മരണപ്പെടുകയും ചെയ്യും. പിന്നെ ഈമാനില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ഇതാണ് അന്ത്യനാളിൻ്റെ ഏറ്റവും അവസാന ഘട്ടമാകുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ പോലും ഉണ്ടാകുകയില്ല. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് വരുന്ന അവസ്ഥ, ജൂതന്മാരെ കൊന്നൊടുക്കുന്ന അവസ്ഥയൊക്കെ അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഏത് കാലഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊന്നും കൃത്യമായി നമുക്ക് ഇന്ന് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല.